ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട്. ആതിരേ, നമ്മൾ എപ്പ നേരിട്ട് കണ്ടാലും വഴക്ക് കൂടിയാ പിരിയാറ്. എന്നാ ഞാനിപ്പോ വന്നത് വഴക്കിനേ അല്ല, നിന്നോട് കുറച്ചേരം സംസാരിച്ചിരിക്കാനാ. എനിക്കറിയാം നിന്റെ മുഖത്തെ സംശയത്തിന് കാരണം. പക്ഷെ ഞാൻ പറഞ്ഞ സത്യ. ഒരു തരത്തിലും ആതിരയെ വിഷമിപ്പിക്കാനോ ദേഷ്യപ്പെടുത്താനോ ഉദ്ദേശിച്ചിട്ടല്ല ഞാനിപ്പോ വന്നത്. പിന്നെ ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാ തികച്ചും സൗഹൃദപരമായൊരു സംസാരത്തിന്. അതിന് കാരണമുണ്ട്. സന്ദീപിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ പോരിനിറങ്ങിയപ്പോഴും ആ പോര് മുറുകിയപ്പോഴും അത് അവസാനിച്ചപ്പോഴും എല്ലാ സാഹചര്യത്തിലും തോറ്റത് ഞാനാ. ഒരിക്കലും സന്ദീപിനെ ആതിരയ്ക്ക് തരില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഈ വീട്ടിൽ നിങ്ങൾ ഒരുമിച്ച് താമസിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വെല്ലുവിളികൾ ഞാൻ പലപ്പോഴും നടത്തിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഞാൻ ദയനീയമായി തോറ്റുപോയി എന്ന് മാത്രമല്ല, അതെന്നെ വല്ലാതെ തളർത്തുകയും ചെയ്തു. അനഘേ, ഞാൻ ഒരിക്കലും നിന്നെ തോൽപ്പിക്കണമെന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല. ഞാനും സന്ദീപും പരസ്പരം സ്നേഹിച്ചപ്പോ അതിനെ എതിർത്ത് ഞങ്ങളെ പിരിക്കാനാ അന്ന് ശ്രമിച്ചത്. ഞങ്ങൾ ഒരിക്കലും പിരിയില്ലെന്ന് ഞങ്ങളുടെ തീരുമാനമാണ് അനഘയ്ക്കുണ്ടായതൊക്കെ. അറിയാം, നിങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കിയെടുത്തെല്ലാം ഞാൻ പരാജയപ്പെട്ടുപോയി. ആ പരാജയങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഇനി നമ്മൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. എനിക്കൊരിക്കലും ആതിരയെ ജയിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയൊരു മത്സരത്തിന്റെ ആവശ്യവുമില്ല. കാരണം എന്തിനു വേണ്ടിയാണോ മത്സരിച്ചത് അതിപ്പോ ആതിരയ്ക്ക് സ്വന്തം. ഇനി ഞാൻ മത്സര ബുദ്ധിയോടുകൂടി നിന്നോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്റെ വ്യക്തിത്വത്തിന് ചേർന്നതല്ല. ഇന്നലെ മുതൽ ഞാൻ ആലോചിക്കായിരുന്നത്, ചേച്ചിയോട് അഭിപ്രായം ചോദിച്ചപ്പോ ഇനിയും നീ വാശിയും കൊണ്ട് നടക്കുന്നത് നിന്റെ മണ്ടത്തരം എന്നായിരുന്നു ചേച്ചിയുടെ മറുപടി. അപ്പൊ പിന്നെ എന്റെ തീരുമാനം ശരിയായ സ്ഥിതിക്ക് നിന്നോട് വന്ന് സംസാരിക്കാന്ന് കരുതി. കൂടെ ഒരു മാപ്പും പറയാന്ന് വിചാരിച്ചു. അയ്യോ, അനഘ ഒരിക്കലും എന്നോട് മാപ്പൊന്നും പറയരുത്. ചില കൈവിട്ട നിമിഷങ്ങളിലൊക്കെ ഞാനും അനഘയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്, ദേഹം നോവിച്ചിട്ടുണ്ട്. സന്ദീപിനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും സ്വന്തമാക്കണമെന്നൊക്കെ അനക്ക് പറയുമ്പോൾ സംഭവിച്ചു പോകുന്നത് അതെല്ലാം. കുറ്റം കൂടുതൽ ചെയ്തത് ആരാണെന്നൊക്കെയുള്ള ആലോചനയിലേക്കൊന്നും ഇനി നമ്മൾ പോകണ്ട. അനക്ക് എന്താ ആലോചിക്കുന്നേ? ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളന്ന് താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന എത്ര പ്രശ്നങ്ങളാ ചുറ്റും.
ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച അടുക്കുന്ന എത്ര ഹൃദയങ്ങളെയാ ശത്രുക്കളാക്കി അകറ്റി നിർത്തുന്നേ. സ്വന്തമായി എടുത്തണിഞ്ഞിരിക്കുന്ന മുഖംമൂടികൾ മാറ്റി നമ്മളായി തന്നെ നിന്നാ മനസ്സിലാവും ചുറ്റുമുള്ളവരൊക്കെ എന്തുമാത്രം പാവമായിരുന്നു എന്ന്. തെറ്റ് പറ്റിയ അത് തിരുത്തുക തന്നെ വേണം. അങ്ങനെ ഒരു തെറ്റിതിരുത്തലാവട്ടെ ഇന്ന്. ചെയ്ത തെറ്റുകളുടെ പശ്ചാത്താപം ഞാൻ എന്റെ ചേച്ചിയോട് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞത്, നിനക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തും നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ. ഒരു കൂരയ്ക്ക് താഴെ ജീവിച്ചും ഒരു ചുവരിന് അപ്പുറം ഇപ്പുറം അന്തി ഉറങ്ങിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുകയും ചെയ്യുന്നിടത്തും എന്തിനാ ഒരു പിണക്കം? അതുകൊണ്ട് അനഘയ്ക്ക് ആതിരയുമായുള്ള എല്ലാ പിണക്കത്തിനും ദേഷ്യത്തിനും ഇന്നാണ് അവസാനം. എന്നെ പോലെ എല്ലാം അവസാനിപ്പിക്കാന്നാണ് ആതിരയുടെയും തീരുമാനമെങ്കിൽ ഇത് വാങ്ങാം. ഇനിയും അല്പമെങ്കിലും ദേഷ്യം എന്നോട് ബാക്കിയുണ്ടെങ്കിൽ ഇത് വാങ്ങാതിരിക്കാം. ഇഷ്ടം ആതിരയുടേതാ. ഇവിടേക്ക് വരുമ്പോ എന്താവും എന്നൊരു ചിന്ത എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. ഇപ്പൊ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് ഞാൻ. ഇതെല്ലാം ഈ കുഞ്ഞിന്റെ ഭാഗ്യം കൂടിയാ. സന്ദീപിന്റെ കുഞ്ഞ് ഒരു കുഴപ്പവും വരാതെ പ്രസവിക്കണം. പ്രസവിച്ചെങ്കിൽ തന്നാ മതി, ഞാൻ നോക്കിക്കോളാം. ഒരമ്മയുടെ എല്ലാ സ്നേഹവും കരുതലും കൊടുത്തുകൊണ്ട് തന്നെ വളർത്തിക്കോളാം. എന്നാലേ ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ഈ സന്തോഷ വാർത്ത ചേച്ചിയെ വേഗം അറിയിക്കട്ടെ. എന്താണ്, വലിയ സന്തോഷത്തിലാണല്ലോ? അതെ, വലിയ സന്തോഷത്തില്. വലിയൊരു കാര്യം ചെയ്തിട്ടാ ഞാനിപ്പോ വന്നത്. വലിയ കാര്യം? എന്ത് കാര്യം? നെല്ലിശ്ശേരിയിലെ ഒരു ജീവൻ എടുക്കാൻ പോകുന്ന വലിയ കാര്യം. അതെ ചേച്ചി, ചേച്ചിയുടെ കൊലപാതക പരമ്പരകളുടെ തുടക്കം ഞാൻ നിർവഹിച്ചു എന്ന്. നീ എന്തായി പറഞ്ഞു വരുന്നേ? നീ ആരേലും എന്തേലും ചെയ്തോ? ചെയ്തു. ഭാവിയിൽ നമുക്ക് ദോഷമാവേണ്ടിയിരുന്ന ഒരു ജീവൻ എടുത്തിട്ടാണ് ഞാനിപ്പോ വന്നത്. എന്ന് പറഞ്ഞ അത് തന്നെ. ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള എല്ലാം ഞാൻ ചെയ്തു. അങ്ങനെ അവളിപ്പോ നെല്ലിശ്ശേരി വീടിന്റെ കെയർ ഓഫിൽ അമ്മയാവണ്ട. നീ എന്താ ചെയ്തത്? കുറച്ച് വളഞ്ഞ വഴിയാ. നല്ലൊരു പപ്പായ ജ്യൂസ് അടിച്ചു കൊടുത്തു. അത് അവളുടെ വയറ്റിലേക്ക് ചെല്ലുന്നതും അവളുടെ അമ്മയാവണമെന്നുള്ള വലിയ മോഹവും അവൾ അമ്മയാകരുത് എന്ന എന്റെ വാശിയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഏകപക്ഷീയമായി ഈ അനഘ ജയിക്കും. എങ്ങനെയുണ്ട്? കേൾക്കാൻ രസമുണ്ട്, പക്ഷേ നടക്കില്ല. എടി, ഒരു പപ്പായ ജ്യൂസ് കുടിച്ചാലൊന്നും അബോർഷൻ ആവില്ല. വളരെ ചെറിയൊരു സാധ്യത മാത്രമേ അതിനുള്ളൂ. നിനക്ക് ആര് പറഞ്ഞു ഈ മണ്ടത്തരം? ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയതാ, പപ്പായ അകത്ത് ചെന്ന അബോർഷൻ ആവുമെന്ന്. അതങ്ങനെയല്ല. ജ്യൂസ് അല്ല ശരിക്കും,
നല്ല കറയുള്ള പപ്പായ വയറ്റിനകത്ത് ചെന്നാലേ കാര്യം നടക്കൂ. അതുകൊണ്ട് നിന്റെ ഈ ഐഡിയ അടപടലം പൊളിയും. അങ്ങനെ പൊളിയില്ല ചേച്ചി. വെറും ഒരു പപ്പായ ജ്യൂസ് അല്ല ഞാൻ അവൾക്ക് കൊടുത്തത്. അതിൽ അവളുടെ വയറ്റിലെ ജീവനെ നശിപ്പിക്കാൻ കെൽപ്പുള്ള മറ്റൊരു സാധനം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ജ്യൂസിലുള്ള ചെറിയ സാധ്യതയും ഗുളികയിലുള്ള വലിയ സാധ്യതയും കൂടെ ചേരുമ്പോ നമ്മൾ ആഗ്രഹിച്ചത് നടക്കും. അപ്പോ നിന്റെ പ്ലാൻ വർക്കൗട്ട് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അല്ല, നീ കൊണ്ടു കൊടുത്ത ആ ജ്യൂസ് അവള് കുടിക്കോ? ഇനി അവൾക്ക് എന്തേലും സംശയം തോന്നി കുടിച്ചില്ലെങ്കിലോ? അതിന് ഞാൻ ഇപ്പൊ കാണുന്ന ഈ ഭാവത്തോട് കൂടിയല്ല അവളുടെ അടുത്തേക്ക് ചെന്നത്. ഹോ, ചെയ്ത എല്ലാ തെറ്റുകൾക്കുള്ള മാപ്പും പറഞ്ഞ് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ പിണങ്ങില്ലെന്നും എല്ലാം ഞാൻ നിർത്തിയെന്നും അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് അത് കൊടുത്തത്. അനഘയും ആതിരയും തമ്മിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തതിന്റെ ഫലമായി ഒരു ജ്യൂസ് കുടിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നു എന്ന വ്യാജേന ഞാനത് കൊടുത്തതാ. അതവൾ ഉറപ്പായിട്ടും കുടിക്കും. ഈ ദയാനന്ദൻ മാഷിന്റെ മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പാവമായി അഭിനയിച്ച് 2 ഡയലോഗ് അടിച്ചാ അവരത് അപ്പ വിശ്വസിക്കും, കണ്ണടച്ച് വിശ്വസിക്കും. ഇനി നടക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞുതരാം. ഞാനും അവളും തമ്മിലുള്ള പ്രശ്ന പരിഹാരമായി അവൾ ആ ജ്യൂസ് കുടിക്കും. ഉള്ളിലേക്ക് ചെന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ അവൾക്ക് പെയിൻ ഉണ്ടാവും. വയറുവേദനയുടെ കാരണം അറിയാതെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവസാനം ഡോക്ടർ വന്ന് വളരെ വിഷമത്തോടെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത അങ്ങ് പറയും. അത് കേട്ട് നടുങ്ങി നിൽക്കുന്ന അർച്ചനയുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം, നിന്റെ അനിയത്തിയുടെ ഗർഭം കലക്കിയത് ഈ അനഘയാണെന്ന്. നെല്ലിശ്ശേരിയിലെ മുഴുവൻ സ്വത്തുക്കളുടെ അവകാശി പ്രസവിക്കേണ്ടത് ആതിരയല്ല. അവകാശികൾ ഓരോന്നിനെയായി കൊന്നിട്ട് ബാക്കി വരുന്ന നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മൂത്ത മരുമകൾ അവന്തികയ്ക്കാവണം നെല്ലിശ്ശേരിയിലെ കണ്ണെത്താത്ത സ്വത്തുക്കൾ. അത് അനഘ തന്നെ വാങ്ങിച്ച് ചേച്ചിയുടെ കയ്യിലേക്ക് വെച്ച് തരികയും ചെയ്യും. കമിൻ മാഡം. ഇതെന്താ ഓഫീസിൽ പോയിട്ട് ഈ സമയത്ത് വന്നേ? എന്താ ഞാൻ വന്ന ഇഷ്ടമായില്ലേ? എങ്കിൽ ഞാൻ തിരിച്ചു പോയേക്കാം. ആ, ഇഷ്ടമായില്ല. എന്താ തിരിച്ചു പോകുന്നില്ലേ? ഓ, അങ്ങനെ ഇപ്പൊ എന്നെ പറഞ്ഞു വിടാന്ന് കരുതണ്ട.
കൊറേ ദിവസത്തിന് ശേഷം ഇന്ന് ഓഫീസിൽ പോവാണെന്നും കൊറേ ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയ ആളല്ലേ. 3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്ന കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. അവിടെ ഭയങ്കര ബോറടി. മുമ്പ് ഇവിടെ ഇരിക്കുമ്പോഴായിരുന്നു അത്, ഇപ്പൊ അവിടെയായി. ഇവിടെ ഇപ്പൊ ബോറടിയില്ലേ? ഇല്ലല്ലോ. എങ്ങനെ ബോറടിക്കാനാ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളിപ്പോ ഇവിടെയല്ലേ ഉള്ളത്. ഇരിക്കുമല്ലേ? കുറച്ചു ദിവസം എന്നോടൊപ്പം ഇവിടെ ഇരിക്കാവോ? അതിനെന്താ, ഇരിക്കാലോ. വാ. അതെന്താ, തനിക്കിവിടെ മടുത്തു തുടങ്ങിയോ? മടുപ്പല്ല, എനിക്ക് ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഭയം പോലെ. ഭയോ? എന്തിന്? എന്നോട് ഇവിടെ ആകെ സംസാരിക്കുന്നത് സച്ചേട്ടനും ചേച്ചിയും നീയും മാത്രം. സച്ചേട്ടനും നീയും പോയി കഴിഞ്ഞാ പിന്നെ ഞങ്ങള് 2 പേരും 2 മുറികളിൽ ഒറ്റയ്ക്കാവും. എനിക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നിയാലും ചേച്ചിക്ക് ഒരു താല്പര്യവുമില്ല. എന്ത് സംസാരിച്ചാലും ഒടുവില് കണ്ണ് നിറഞ്ഞ് പറഞ്ഞു നിർത്തുന്നത് ഇവിടുത്തെ അച്ഛന്റെ കാര്യമാ. അവന്തികേടത്തെ മാത്രമേ അച്ഛനിപ്പൊ സ്നേഹിക്കുന്നുള്ളൂ എന്നും ചേച്ചി പൂർണ്ണമായിട്ട് തഴയുവാണെന്നും ഒക്കെ പറഞ്ഞ് കരയും. അത് കേൾക്കുമ്പോ എനിക്ക് മനപ്രയാസമാവും. ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചെന്ന് ഓർത്തിട്ട്. എത്ര വേണ്ടാന്ന് കരുതിയാലും പലരുടെയും ജീവിതത്തില് നമ്മുടെ ജീവിതം ഒരു കല്ലുകടിയാ. സ്നേഹം കൊണ്ട് ആരും ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അവന്തികേട്ടത്തി ഓവറാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചു എന്ന് കരുതി കൂടുതൽ ഭരിക്കുക എല്ലാവരെയും. എടോ, അത് എന്റെ തെറ്റിദ്ധാരണയാ. അർച്ചനേട്ടത്തി ഇവിടേക്ക് വരുന്നതുവരെ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്നത് അവന്തികേട്ടത്തി തന്നെയാ. അർച്ചനേട്ടത്തി വന്നപ്പോ പുള്ളിക്കാരി ഒന്നിനെ തലയിടുന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അർച്ചനേട്ടത്തിയുടെ നേരെ ഓപ്പോസിറ്റ് അവന്തികേട്ടത്തി. പണ്ട് മുതലേ ഏട്ടത്തി അങ്ങനെ കർശനക്കാരിയെ നിന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ സമാധാനം ഉണ്ടായിരുന്നത്. എനിക്കും സച്ചേട്ടനൊക്കെ ഏട്ടത്തി പറയുന്നതിനൊരു മറുവാക്കില്ല. അതന്നും ഇന്നും. കാരണം എത്ര കർക്കശം കാണിച്ചാലും ഒരമ്മയുടെ വാത്സല്യം എന്നും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏട്ടത്തി. ഏട്ടൻ ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ ഏട്ടത്തി ജീവിച്ചതൊക്കെ ഞങ്ങൾക്ക് ഈ കുടുംബത്തിനു വേണ്ടിയാ. ആ കടപ്പാടൊന്നും മറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പാവം. പിന്നെ അർച്ചനേട്ടത്തിയുടെ കാര്യം, അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനും തരം കാരണം ഏട്ടത്തി ഇപ്പോൾ ഇത്രയും വിഷമിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടിയപ്പോൾ ഏട്ടത്തി കിട്ടിയത് സങ്കടം. നമ്മൾ നമ്മുടെ ഭാഗത്തെ ന്യായീകരിച്ച് അതിലെ തെറ്റൊന്നുമില്ലെന്ന് വിശ്വസിക്കുമ്പോൾ അതേപോലെ തന്നെ അച്ഛനും ശരിയും തെറ്റുകളും ഉണ്ട്. അച്ഛൻ്റെ കണ്ണിലും മനസ്സിലും ഏട്ടത്തി ഇതൊക്കെ ചെയ്തതെന്നാ. അത് ഞാനോ താനോ പറഞ്ഞാൽ മാറുന്നല്ലോ. ഒരു നിമിഷം കൊണ്ട് ഏട്ടത്തിയെ കുറ്റക്കാരിയാക്കിയ പോലെ മറ്റൊരു നിമിഷം കൊണ്ട് ഏട്ടത്തിയെ മനസ്സിലാക്കാനും അച്ഛന് പറ്റും. അതിന് എത്ര കാലം വരെ വേണമെന്ന് മാത്രം എനിക്കറിയില്ല. എല്ലാം ഈശ്വരൻ കാണുന്നുണ്ടല്ലോ.
ഒരു ദിവസം എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എന്തായാലും കാത്തിരിക്കാനല്ലേ പറ്റൂ. അത് ഇത്രയും വേഗം സംഭവിച്ചാൽ മതി. നമുക്ക് ഏട്ടത്തിൻ്റെ അടുത്ത് പോയി കുറച്ചേരം ഇരുന്നാലോ? സച്ചേട്ടനും ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ ഏട്ടത്തിക്ക് ആ വിഷമം കുറച്ചൊക്കെ മാറും. നീ വാ. അതിന് എന്തു പറ്റി? അറിയില്ല, എന്താ പെട്ടെന്നൊരു വേദന. അതിന് സന്ദീപേ, അതിന് എന്താ? അറിയില്ല, എനിക്ക് വേദനിക്കുന്നു. ഒന്നുമില്ല, ഇവിടെ ഇരിക്ക്. അതിന് എന്താ? അതിന് അതിന് എഴുത്തി 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 ഓടി വാ. എനിക്ക് ഒന്നുമില്ലടോ. വേദന സഹിക്കാൻ വയ്യ. എഴുത്തി എഴുത്തി